ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനം നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മലയാള ബൈബിളിൽ വായിക്കാം. 1 Peter chapter 1 verse 4. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ ഇംഗ്ലീഷ് ബൈബിളിൽ ഒന്ന് വായിച്ച് ആന്റണി ബ്രദറിനെ സപ്പോർട്ട് ചെയ്യുക. ബ്രദർ വിക്ടോറിയ സിസ്റ്റർ വായിക്കും ഇംഗ്ലീഷ് ബൈബിളില്. Okay. ബാക്കിയെല്ലാം മ്യൂട്ടിലാണ്. Yes, okay. Thank you. And into an inheritance that is imperishable, undefiled, and unfading, kept in heaven for you. അവിടുന്ന് തന്റെ കാരുണ്യതരകത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തുസൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ബ്രദർ ആന്റണി. ഇംഗ്ലീഷിൽ വായിച്ചല്ലോ. ഓക്കെ. പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുമ്പോൾ നമുക്കുള്ള അവകാശത്തെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. Yeah, when we are born again in the Holy Spirit, all that inheritance that we will receive, that is what is mentioned here in this particular scripture. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ഒരു സ്വർഗീയ അവകാശത്തിലേക്ക് നമ്മളെ. Quotation number just പറയാ. 1 Peter chapter 1 verse 4. എല്ലാവരും ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. When you're sitting in your room, keep on praising the word and worshiping the Lord. Even though it is muted also, you can keep praising and worshiping the Lord when you are inside your room at this time. So here the Bible tells us that when we are born in the Holy Spirit, there is an inheritance that is waiting for us. That is imperishable, undefiled, and unfading, kept in heaven. There is an inheritance kept for us in heaven. സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടാം. എല്ലാ കാലവും നമ്മൾ സ്വർഗത്തിൽ കാണപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ആത്മാവ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്. Yeah, for the reason why we become born again children of God here on earth is because the plan of God is that we should be eternally in heaven. എല്ലാ കാലത്തും ദൈവഹിതം നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അറിയുകയും നിത്യമായ ഒരു ജീവിതത്തിലേക്ക് വീണ്ടും ജനനം വഴി പരിശുദ്ധാത്മാവ് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുകയും ചെയ്യുകയാണ്. When we live here on earth, we need to know the will of God, and because we are born in the Spirit, the Holy Spirit at the right time will take us to heaven. ഒന്നാമതായി ഭൂമിയിൽ ദൈവപിതാവിന്റെ പ്രവൃത്തി ഹിതം ഈ ഭൂമിയിൽ നടപ്പിലാക്കുക, അതാണ് ഒന്നാമതായി വീണ്ടും ജനനത്തിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. So actually the desire of the Holy Spirit is this: for all of us who have been born again, child of God, we need to know the will of God and implement the will of God and put the will of God into practice in our life on earth. ആമേൻ. രണ്ടാമത്തേതാണ് നിത്യതയിൽ എന്നേക്കും കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ. And the second thing is that there is an inheritance in heaven that is kept there, which is unfading. നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ചുവെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവിൽ എത്രയധികം സഹകരിക്കുന്നോ അതനുസരിച്ചാണ് നമ്മൾ ആത്മാവിന്റെ ഐക്യത്തിൽ വളർച്ച പ്രാപിക്കുന്നത്. Yeah, even though we are born again in the Spirit, it depends on our cooperation with the Holy Spirit that makes us to grow in the Holy Spirit. Oh, okay. Yes. Amen. Hallelujah. ഒന്നാമത്തേതായി
പരിശുദ്ധാത്മാവിന്റെ ഹിതം ഈ ഭൂമിയിൽ നമ്മൾ നടപ്പിലാക്കുക. രണ്ടാമത്തേതാണ് സ്വർഗത്തിൽ എന്നേക്കും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ പരിശുദ്ധാത്മാവിലൂടെ. The first thing is that we need to do the will of God on earth. And the second thing is that there is an inheritance in heaven for each one of us. ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഈ ഭൂമിയിൽ എത്രമാത്രം സഹകരിച്ച് പരിശുദ്ധാത്മാവിന്റെ ഹിതം നടപ്പിലാക്കുന്നോ അതിനനുസരിച്ചാണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്ര സുഗമമാകുന്നത്. Yeah, the more we learn to cooperate with the Holy Spirit, more comfortable will be our way to heaven. എത്രമാത്രം സഹകരിക്കുന്നോ അത്രമാത്രം നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. The more you cooperate with the Holy Spirit, the more you will grow in the Holy Spirit. ഈ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 4 പ്രാവശ്യം ആത്മാവ് സഭകളോട് പറയുന്നു, സഭകളോട് പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നു എന്നൊരു പ്രഖ്യാപനമുണ്ട്. Here we see in the book of Revelation, 7 times we see there is a word that says that the Spirit is saying to the church. 4 time. 7 പ്രാവശ്യമുണ്ട്. 2-ാം അധ്യായത്തില് പ്രധാനമായി 4 പ്രാവശ്യമാണ്. 2 3 അതൊക്കെ 2-ല് 4 പ്രാവശ്യം. In the chapter 2, there are 4 times mentioned that to hear what the Spirit is saying to the churches. അതിൽ ആ സംഭവം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഒന്നാമതായി 11-ാമത്തെ തിരുവചനത്തിലാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. Yeah, so the word of God is telling us, let those who have ears hear what the Spirit is saying. ആത്മാവ് പറയുന്ന കാര്യം കേൾക്കാൻ പറ്റുന്നവനാണ് ആത്മാവിന്റെ പങ്കാളിത്തം പേറുന്നവൻ. The one who is able to hear what the Holy Spirit is saying is the one who becomes a partner to the Holy Spirit. ആത്മാവിന്റെ പാർട്ട്ണർഷിപ്പ് ഉള്ളവന് മാത്രമേ ഇത് കേൾക്കാനും പറ്റുകയുള്ളൂ. Only the one who has a partnership with the Holy Spirit will be able to hear what the Holy Spirit is saying. പരിശുദ്ധാത്മാവിന്റെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഷെയറുകാരനാണ്. പരിശുദ്ധാത്മാവും ഞാനും കൂടിയാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ പണിതുകൊണ്ടിരിക്കുന്നത്. So what it means to be partner to the Holy Spirit is that person is having a share with the Holy Spirit, and that and the Holy Spirit are working together for the kingdom of God on the earth. ദൈവരാജ്യത്തിന്റെ ഷെയറുകാരനാണ് ഞാനും, നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവും. So we are all having a share, ourselves and the Holy Spirit, we all have the share in the kingdom of God. ഈ അതിന്റെ ആദ്യ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, ആത്മാവ് സഭകളോട് പറയുന്നു. The first part says that the Spirit is saying to the churches. ഇന്നും എന്നും പരിശുദ്ധാത്മാവിന് സഭയോട് ഒരുപാട് പറയുവാനുണ്ട്. സഭയിൽ ദൈവത്തിന്റെ ഷെയറുകാർ ആരൊക്കെ ഇത് കേൾക്കാൻ തയ്യാറാകുന്നു, അങ്ങനെയുള്ള എല്ലാ സഭയും ഉന്നത നിലയിലേക്ക് അഭിഷേകത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. So every time the Holy Spirit has something to say to the churches, and all those who are having the share in the Holy Spirit will be able to hear it and cooperate with the Holy Spirit and continue to grow. നമുക്ക് വേണമെങ്കിൽ കർത്താവിന് വേണ്ടി പലതും ചെയ്യാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നത് ചെയ്താൽ നമ്മുടെ ശുശ്രൂഷ എന്നേക്കും നിലനിൽക്കും. We can do many things for God, but if you do what the Holy Spirit is saying, what you are saying will remain forever. What you are doing will remain forever. നമുക്ക് പരിചയം കൊണ്ടും അറിവ് കൊണ്ടും സാധ്യത കൊണ്ടും കഴിവുകൾ കൊണ്ടും ഒരുപാട് ചെയ്യാൻ കഴിയും. പക്ഷെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ചെയ്താൽ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് സമ്മാനം കിട്ടാൻ തുടങ്ങും. Yeah, so we can do many things out of our experience, out of our talents. But if you do what the Holy Spirit is telling you, you will start receiving the reward from God beginning in the earth. അതുകൊണ്ടാണ് ഈശോ വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൽ ഞാൻ വരുന്നത് ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് സമ്മാനം പ്രതിഫലം കൊടുക്കാനാണ് വരുന്നതെന്ന് യേശു പറയാനിടയായത്. That is why in the book of Revelation it is mentioned, I am coming soon and I am coming with the reward for each one of you according to what you have done.
അടുത്ത പറയുന്നത് എങ്ങനെയാണ്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അതീതനാകുകയില്ല. വിജയം വരിക്കുന്നവൻ ആത്മാവ് പറയുന്ന കാര്യങ്ങളിൽ അങ്ങനെ തന്നെ നടപ്പിലാക്കി അതിൽ വിജയം വരിക്കുന്നവന് രണ്ടാമത് മരണം കാണേണ്ടി വരികയില്ല. One who hears what the Holy Spirit is saying will not see the second death. Because one who hears what the Holy Spirit is saying and obeying the Holy Spirit will be able to overcome and will not see the second death. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയും നമ്മളെ അറിയിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസ്തത കാത്തു സൂക്ഷിച്ചാൽ അതെന്ത് വില കൊടുത്തും ആരെല്ലാം എതിർത്താലും നമ്മളത് നടപ്പിലാക്കിയാൽ നമ്മൾ വിജയം വരിക്കുകയാണ് ചെയ്യുക. So when you obey what the Holy Spirit is telling, no matter how much it might cost, you will be victorious in that situation. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ നമുക്കൊരു വിജയം ഉണ്ടാകണം. അത് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം എന്റെ ആഗ്രഹമായി മാറുമ്പോഴാണ് വിജയം സാധ്യമാകുന്നത്. In this life of holiness, the life of faith, when the desire of the Holy Spirit becomes our own desire, then we become victorious. ഹല്ലേലൂയ. അതിന്റെ അവസാന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: രണ്ടാമത്തെ മരണത്തിൽ അവൻ അകപ്പെടില്ല, രണ്ടാമത്തെ മരണത്തിൽ അവൻ അതീതനായിരിക്കും. Yeah, so it says that you will not fall into the second death and you will be able to overcome the second death. എല്ലാ മനുഷ്യർക്കും രണ്ട് മരണമുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. We know that everyone has two deaths. എല്ലാവർക്കും രണ്ട് മരണമുണ്ട്. അത് വെളിപാട് പുസ്തകം അത് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ അവസാനത്തിലുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കിയാൽ കാണാം. In the book of Revelation, the last chapters you can find, when you read that, you can see that there is two deaths. അതിന്റെ 14-ാം തിരുവചനം ആർക്കെങ്കിലും വേണമെങ്കിൽ വായിക്കാം. 14-15 തിരുവചനം. Sister Victoria, please come. Brother, which book? Revelation? Revelation, chapter 20, verse 14 to 15. മലയാളത്തിൽ ഞാൻ വായിക്കാം. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും. ഈ അഗ്നി തടാകമാണ് രണ്ടാമത്തെ മരണം. ഓക്കെ. Then death and Hades were thrown into the lake of fire. This Amen. Second death, the lake of fire, and anyone whose name was not found written in the book of life was thrown into the lake of fire. അപ്പോ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത് നമ്മൾ മരിച്ചു ചെല്ലുമ്പോഴല്ല, ഇവിടെ വെച്ച് ആത്മാവിൽ വീണ്ടും ജനിക്കുന്ന നിമിഷം നമ്മുടെ പേര് സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ ചാർത്തുകയാണ്, പേരെഴുതി ചേർക്കുകയാണ്. ആത്മാവിൽ വീണ്ടും ജനിക്കുമ്പോൾ Your name is written in the book of life, not when you go to heaven, but when on earth you become a born again child of God in the Holy Spirit. That is a time when your name is written in the book of life. ഹല്ലേലൂയ. അതിന്റെ 7-ാം തിരുവചനത്തില് വെളിപാട് പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം, Revelation chapter 2 verse 7. ആത്മാവ് സഭകളോട് അരുളി ചെയ്തതെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസയാൽ ഉള്ള ജീവവൃക്ഷത്തിൽ ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്നും ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. Let anyone who has an ear listen to what the Spirit is saying to the churches. To everyone who conquers, I will give permission
to eat from the tree of life that is in the paradise of God. ഈ ഈ ഈ ഫുഡ്സ് ആണ്, ഈ ഭക്ഷിക്കാൻ തരുന്ന ആ സ്വർഗീയ ഭക്ഷണമാണ്, രുചികരമായ ഭക്ഷണമാണ് ഈ ഭൂമിയിൽ സഭയ്ക്ക് ആവശ്യം. അത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാകുന്നു. So this fruit which the Bible speaks here is the charisms of the Holy Spirit that is given to the church. ഇത് വിജയം വരിക്കുന്ന, പരിശുദ്ധാത്മാവ് വഴി വിജയം വരിക്കുന്ന വ്യക്തിക്ക് സഭയ്ക്കകത്ത് വെച്ച് ലഭിക്കുന്ന സ്വർഗീയ ഭോജനമാണ് ഈ ജീവവൃക്ഷത്തിന്റെ ആ ഭക്ഷണം, ആ ഫ്രൂട്ട്സ്, പഴം. So the one who's in the church who overcomes and conquers, he is given this fruit, and these fruits are the charisms of the Holy Spirit. ഹല്ലേലൂയ. Hallelujah. അതിന്റെ 17-ാം വാക്യം, 7-ാം വാക്യം, പർദീസായിലുള്ള എന്ന് പറഞ്ഞാൽ യേശു കൂടെ ഉണ്ടായിരുന്ന കള്ളനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും എന്ന് പറഞ്ഞാൽ യേശു ഇരുന്ന സ്ഥലം, യേശു ആയിരിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തുള്ള ഭോജനം, ഭക്ഷണം, ആ മന്ന, ആ ഫ്രൂട്ട്സ്, ആ കൃപാവരങ്ങൾ ഇവിടെ വെച്ച് നമുക്ക് തരുവാൻ യേശു അതിയായി ആഗ്രഹിക്കുന്നു. So Jesus was talking about the paradise to that thief, and he was telling that today you will be with me in paradise. So paradise is a place where Jesus is, and that is where the tree of life is. And when we are here on earth, he will allow us to eat from the tree of life, and this fruit is the charisms of the Holy Spirit. നമുക്ക് പരിശുദ്ധാത്മാവിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ സ്വർഗീയ സമ്പത്ത് സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യാം. When you're living on the earth, you'll be able to receive the heavenly treasure, and you can even stock the heavenly treasure also in you. ഹല്ലേലൂയ. Hallelujah. അപ്പോ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് സ്വർഗീയ സമ്പത്ത് സ്വീകരിക്കുന്നവരും സംഭരിക്കുന്നവരുമായിരിക്കണം. Yeah, if you in the life of faith and in the life of ministry, if you want to grow, you must be a person who receives this from God, receive this, and not to receive it, but also keep it. ഇത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സ്വർഗീയ ജ്ഞാനമുള്ളവനാക്കി സ്വർഗീയ വേദിയിൽ സദസ്സിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഏരിയകളെ നമ്മൾക്ക് പരിചയപ്പെടുത്തി നമ്മൾക്ക് അവിടെയുള്ള സമ്പത്ത് നമ്മുടെ മേലേക്ക് പകർന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാക്കി വെക്കും. So when we learn to cooperate with the Holy Spirit, he will fill us with wisdom, and he will take us to heaven, and he will give us the treasures of heaven, and we will learn to keep it with us on earth. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് സ്പിരിറ്റിൽ, ആത്മാവിൽ സ്വർഗവുമായി എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടേയിരിക്കാം. It is possible that when you in the life of faith and in the spirit, we can continue to have what you call unceasing communication with the Lord continuously. പരിശുദ്ധാത്മാവിൽ നമ്മൾ സഹകരിക്കുന്നതിനനുസരിച്ചാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ നിലയിൽ ഉയർത്തുകയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത്. So as we learn to cooperate with the Holy Spirit, he will us and leading us in this particular level. നമുക്ക് ഈ നിമിഷം പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ഭാഷാവരത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുകയാണ്. ഭാഷാവരമില്ലാത്തവർ ഹല്ലേലൂയ പറഞ്ഞ് ദാഹത്തോടെ എനിക്ക് കൃപാവരങ്ങളിൽ ദൈവവുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കൃപാവരമാണ് ഭാഷാവരം. ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഭാഷാവരത്തിലൂടെയുള്ള പ്രയർ. അപ്പോൾ ആ പ്രയറിന് വേണ്ടി, ആ ഭാഷകൾ ലഭിക്കാൻ വേണ്ടി നമുക്ക് അല്പനേരം ഒരു 5-10 മിനിറ്റ് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാം. ഭാഷാവരം ഇല്ലാത്തവർ ഭാഷാവരത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ആ ഭാഷാവരവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാൻ പരിശുദ്ധാത്മാവിൽ എനിക്കൊരു പ്രേരണ ഉണ്ടാകുന്നു. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് കേൾക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, 1 കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 2-ാം തിരുവചനം. Praise the Lord. We are going to spend some time praising and worshiping the Lord.
and all of us are invited to speak in tongues. Those who do not have the gift of tongues, they can keep on saying hallelujah and praise the Lord, but desire to receive the gift of tongues. Desire to receive the gift of tongues. Now I like to share something about this gift. നമുക്ക് ഭാഷാ കൃപാവരൻ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു നല്ല ഏരിയ ഭാഷ ഉപയോഗിച്ചുള്ള ദൈവമായിട്ടുള്ള ബന്ധമാണ്. അത് ഭയങ്കരമായ ഒരു വളർച്ചയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നേടിത്തരുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. So the gift of tongues helps us to communicate with God. So that is the beauty of this gift. When you start speaking, you get connected with God. ഈ പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 5-ാം അധ്യായത്തിൽ 24 മുതലുള്ള തിരുവചനങ്ങളിൽ ബേൽഷസ്സർ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ദൈവദൂതൻ വന്ന് ആ മിനുസമുള്ള ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചു, മെനെ മെനെ തേക്കേൽ ഉപാർസിൻ. ഇത് വായിച്ചു നോക്കാൻ വേണ്ടി ബേൽഷസ്സർ രാജാവ് ശ്രമിച്ചു, പറ്റിയില്ല. കൂടെയുള്ള ജ്ഞാനികളെ വിളിച്ചു, പറ്റിയില്ല. അവിടെയുള്ള മന്ത്രവാദികളെ വിളിച്ചു, പറ്റിയില്ല. ആഭിചാരകന്മാരെ വിളിച്ചു നോക്കി, നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച്, നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഇതിന്റെ അർത്ഥം എന്താണെന്നും ഇതെന്താണെന്നും ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് ആർക്കും സാധിച്ചില്ല. So we see in the book of Daniel, a hand appeared and wrote upon the wall. Mene, that particular words were written on the wall, and those the people at that time were not able to translate that word, nor was able to understand that word that was written on the wall. ഈ സമയം ബേൽഷസ്സർ രാജാവിന്റെ അമ്മ പറഞ്ഞു, നിന്റെ പിതാവ് നബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച ദൈവത്തിന്റെ ആത്മാവുള്ള ഒരുവൻ ഇവിടെയുണ്ട്, ഒരു യഹൂദൻ ഇവിടെയുണ്ട്. അവന്റെ പേര് ദാനിയേൽ എന്നാണ്. അവനെ വിളിച്ചുകൊണ്ടുവന്ന് കാണിച്ചാൽ ഒരുപക്ഷെ അവൻ ഇതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ കഴിയുമെന്ന് പറഞ്ഞു. So the king's mother introduced Prophet Daniel to the king, saying that in your daddy's time there was a man called Daniel who had helped your daddy to interpret. So he call him and he can help you. അങ്ങനെ ദാനിയേൽ വന്നപ്പോൾ ബേൽഷസ്സർ രാജാവ് പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ പകുതി വേണേ നിനക്ക് തരാം, നിന്നെ ഞാൻ അവിടുത്തെ പ്രധാനമന്ത്രിയാക്കാം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ, ഒരുപാട് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തു. പക്ഷെ ദാനിയേൽ അതെല്ലാം അവോയ്ഡ് ചെയ്തു. So he was called to interpret, and the king also told that he will give him lot of wealth and gold and all, but he rejected those things. ദാനിയേൽ പറഞ്ഞു, സമ്മാനങ്ങളൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ, ഞാനിത് നിനക്ക് ഇതിന്റെ അർത്ഥം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. So he said, let all your gifts remain in your hands, but I will tell you the meaning of it. ദാനിയേൽ പറഞ്ഞു, ഇതിന്റെ അർത്ഥം ഇതാണ്, ദൈവം നിന്നെ തൂക്കി നോക്കിയപ്പോൾ നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ രാജ്യം വിഭജിക്കപ്പെടും, നിന്റെ രാജ്യം മെതിയാക്കാര് പിടിച്ചടക്കും എന്ന്, മെതിയാക്കാർ 2-3 രാജ്യക്കാരും കൂടി പിടിച്ചെടുക്കുമെന്ന് ദാനിയേലിനോട് പറയാനിടയായി. So we see that Daniel interpreted that particular scripture, particular word that was on the screen. So the words were like this. ഇതിന്റെ രഹസ്യ അർത്ഥം, the words were like this: God has numbered the days of your kingdom and brought it to an end. You have been weighed on the scales and found wanting. 25-ാം വാക്യത്തിലാണ് അതുള്ളത്. അനിൽപത്രേ, അതെ എന്റെ താഴോട്ട് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. പരിശുദ്ധ ഈ ബേൽഷസ്സർ രാജാവിന്റെ അമ്മ പറയാണ്, ദാനിയേൽ എന്നൊരുവന്റെ അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട് എന്ന് പറഞ്ഞു. So the king's mother told, there is a person called Daniel, on him the spirit of God is there. അപ്പൊ ദൈവത്തിന്റെ ആത്മാവുള്ളവന് വായിക്കാൻ പറ്റുന്ന ഭാഷയാണ് ഇതെന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി അവന്റെ അമ്മ പറഞ്ഞ് ദാനിയേൽ വന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഈ വാക്ക് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്തു. So this king's mother was able to tell that he has the Holy Spirit upon him, and that is why he will be able to read it, and then Daniel comes and reads it out. ആമേൻ. ദൈവത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നത്. അത് മനുഷ്യബുദ്ധിക്ക് സാധിക്കുകയില്ല എന്നാണ്
നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നത്. So we have to understand it is the Holy Spirit who handles the language of God, and human mind cannot comprehend it. അവിടെ 1 കൊരിന്ത്യർ 14:2 പറയുന്നത് നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 2 ഇങ്ങനെയാണ് പറയുന്നത്, ഭാഷാപരമുള്ളവൻ. യെസ്, വായിച്ചോ. മലയാളത്തിൽ ആരെങ്കിലും വായിച്ചോ? യെസ്, കം വായിച്ചോ ബ്രദർ, വായിച്ചോ. ചേച്ചി വായിച്ചോ? ചേച്ചിയാർ വായിക്കുന്നുണ്ടല്ലോ. ആരോ വായിച്ചു. ആരോ വായിച്ചു? പ്ലീസ് വായിച്ച്. ഭാഷാപരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല അഥവാ ഗ്രഹിക്കുന്നില്ല. അവൻ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി, പരിശുദ്ധാത്മാവിന്റെ സമ്മർദ്ദത്തിൽ അവൻ രഹസ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. അവൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല. അവിടെ പറയുന്ന അതിന്റെ ആദ്യ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്. അപ്പൊ മനുഷ്യരോട് സംസാരിക്കാനുള്ളതല്ല ഭാഷാപരം. ഭാഷാപരം ദൈവത്തോട് സംസാരിക്കാനുള്ളതാണ്. അപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് നല്ല മലയാള ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, ഹിന്ദി, പല രാജ്യക്കാര് നമ്മുടെ ഈ പ്രോഗ്രാമിലുണ്ട്, പല സ്റ്റേറ്റിലുള്ളവരുണ്ട്, നമുക്കൊക്കെ നല്ല ഭാഷകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ദൈവം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ഇതിനെക്കുറിച്ച് വാഗ്ദാനം ചെയ്യുന്നതിന്റെ രഹസ്യം എന്താണ്? അനന്യ ബ്രദർ, വെരി സോറി. See, but the Bible tells us, for those who speak in a tongue do not speak to other people but to God. So the gift of, one purpose of the gift of tongue is to speak to God. So that's what we have to understand. Even though we have so many languages also, and ability to speak so many language, Amen. But still, Jesus said that this sign shall follow those who believe, they shall speak in new tongues. എന്തുകൊണ്ടാണ് നമുക്ക് നല്ലൊരു മലയാള ഭാഷ ഉണ്ടായിട്ടും ഇങ്ങനെ ദൈവത്തിന്റെ ഒരു ഭാഷ ദൈവ മനുഷ്യർക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക്, ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലെ അല്ല നമ്മൾ ദൈവമക്കൾ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ ഗണത്തിൽപ്പെട്ടവരാണ്. അതാണ് പത്രോസ് പറയുന്നത്, ദൈവമക്കൾ. അതാണ് പൗലോസ് അപ്പോസ്തലൻ റോമ സഭയിൽ പറയുന്നത്. അതിന്റെ 8-ാം അധ്യായത്തിൽ അതിന്റെ 19 മുതൽ താഴോട്ട് പറയുന്നത് ഇങ്ങനെയാണ്, സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവമക്കളുടെ വീണ്ടെടുപ്പിന്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അപ്പൊ ദൈവമക്കൾ എന്നൊരു ഗ്രൂപ്പുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവരും ദൈവമക്കളല്ല, എല്ലാവർക്കും ദൈവമക്കളാകാം. ദൈവമക്കളാകുന്നത് ഓക്കെ, സോറി. നിർത്തുക, അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ. So what we have to remember that all are not the children of God. Bible says that the creation is waiting for the children of God. So everybody here are not the children of God. അപ്പൊ ദൈവമക്കൾക്ക് ഒരുവൻ ദൈവമകനോ ദൈവമകളോ ആകുന്നത് ദൈവാത്മാവിലൂടെ മാത്രമാണ്. You can only become a child of God by the Holy Spirit. അതുകൊണ്ടാണ് ഈശോ നിക്കോദീമോസിനോട് യോഹന്നാൻ 3:5 പറഞ്ഞത്, ആത്മാവിൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ആരും ദൈവരാജ്യത്തിൽ കടക്കില്ല, അഥവാ ദൈവമകനോ മകളോ ആകുന്നില്ല. So that's why Jesus told to Nicodemus that you cannot enter the kingdom of God without being born in the Spirit. അപ്പൊ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഭാഷയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഭാഷയിൽ, ദൈവീക ദൂതന്മാരുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ ദൈവപിതാവിന് അതിയായ ആഗ്രഹമുണ്ട്. So we have our own language, but when we speak in the tongues of angels, God the Father is very much interested to hear, to see us speaking in that languages. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ അരൂപിയായ പിശാച്, ഈ ലോകത്തിന്റെ ദേവൻ, അശുദ്ധാത്മാക്കൾ, ഇവയ്ക്ക് നമ്മൾ പറയുന്ന ഈ മലയാള ഭാഷകൾ
നിന്ന് ഇവൻ എന്താണ് പറയുന്നതെന്ന് പെട്ടെന്ന് അറിയുവാനും ആ പ്രാർത്ഥന ക്യാച്ച് ചെയ്യുവാനും ആ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ തടയുവാനും കാരണമായി തീരും. രണ്ടാമത്തേത്. Yes. So when you speak in English, when you pray in English, Satan will be able to understand what you're praying, and Satan can block that prayer also in the atmosphere. നിങ്ങളോടൊരു രഹസ്യം പറയാം. ഭാഷാപരം എന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയാൻ നമുക്ക് ചുരുങ്ങിയതൊരു 3-4 ദിവസമെങ്കിലും വേണ്ടി വരും. അതിന്റെ 1-2 വളരെ രഹസ്യാത്മകമായ 1-2 കാര്യങ്ങൾ പറയാം. I will tell some few points or secrets about praying in tongues. ഒന്ന്, ഞാൻ പറയുന്ന ദൈവം നൽകുന്ന ഭാഷ, എൻ്റെ വായിൽ പറയുന്ന എനിക്ക് ദൈവാത്മാവ് നൽകുന്ന ഈ ഭാഷ ഭൂമിയിൽ ആർക്കും ഉണ്ടാകണമെന്നില്ല, സ്വർഗത്തിൽ ദൂതന്മാർക്കും ഉണ്ടാകണമെന്നില്ല. But there are times when the Lord gives us a language to speak. There may not be anybody on earth who has spoken that language, or it can be also that the angels of God have also not spoken that language. എനിക്കും നിങ്ങൾക്കും മാത്രമായി ദൈവം ഭാഷകൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വഴി സൃഷ്ടിക്കപ്പെടുത്തും. Only for us, the Lord creates languages for us, and through the Holy Spirit, He imparts into us. ഈ ഭാഷ എന്താണെന്നോ ഇതിന്റെ അർത്ഥം എന്താണെന്നോ ദൈവാത്മാവിൽ മാത്രമാണ് ദൈവാത്മാവിന് മാത്രമാണ് മനസ്സിലാവുക. ഒരു സാത്താന്യ ലോകത്തിനോ ഒരു മനുഷ്യനോ ഇത് മനസ്സിലാവുകയില്ല. So these languages cannot be understood by anybody. Neither it can be understood by Satan also. ഈ ഭൂമിയിലെ അനേക വിശുദ്ധർക്ക്, അനേക ദൈവത്തിന്റെ ദാസിദാസന്മാർക്ക് ദൈവം മറ്റാർക്കുമില്ലാത്ത പുതിയ ഭാഷകൾ അവരുടെ നാവിൽ അപ്പപ്പോൾ സൃഷ്ടിച്ചു കൊടുക്കും. The Lord has given many of the saints and many of the men and women of God new languages to them, and He has also created new languages in their tongues. ഇത് ഒരു ദൂതന്മാർക്കും ഉണ്ടായിരിക്കണമെന്നില്ല. ആർക്കുമില്ലാത്ത, ഒരു ദൂതന്മാർക്ക് ലഭിക്കാത്ത ഭാഷകളും ദൈവം നമ്മുടെ കയ്യിൽ, നമ്മുടെ നാവിൽ വെച്ച് തരും. Yeah, it can be that God can give us a language which even the angels have not spoken, nor any man has spoken also. എന്നാൽ ബൈബിൾ പറയുന്നു, 1 കൊരിന്ത്യർ 13:1 പറയുന്നു, ദൈവദൂതന്മാരുടെ ഭാഷ, മനുഷ്യരുടെ ഭാഷ, ഇങ്ങനെ 2 ഭാഷയും ഭാഷാവരത്തിൽ വെളിപ്പെടുക സാധാരണയാണ്. And Bible teaches us that it's a tongues of man and tongues of angels. So this kind of tongues it's normal for people to speak this kind of languages. മറ്റൊരു രഹസ്യം ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. One more secret I want to tell you at this point. ദൈവത്തിന്റെ ആത്മാവിൽ ഭാഷാവരം എനിക്ക് ലഭിച്ചാൽ പ്രാർത്ഥിക്കാനുള്ള ഭാഷയുണ്ട്, പ്രവചിക്കാനുള്ള ഭാഷയുണ്ട്, അധികാരങ്ങളുടെ ഭാഷയുണ്ട്, ശുശ്രൂഷ വെളിപ്പെടുന്ന സമയത്തുണ്ടാകുന്ന ഭാഷകളുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ശുശ്രൂഷയ്ക്ക് വിവിധങ്ങളായ വെറൈറ്റി ഭാഷകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയെന്ന് വരാം. So there are tongues of prayer, the tongues for ministry, there are tongues to pray with authority. So there can be different kinds of tongues and different situations. The Lord can give us different kinds of tongues also, and there are tongues that brings prophetic words also. So there are different kinds of tongues. Yes. അപ്പൊ ഏത് ഭാഷ എപ്പോൾ നമ്മൾ പറയുന്നു എന്ന് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ പ്രവചനങ്ങളായിരിക്കാം, പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണെന്ന് ഓർത്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെല്ലാം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വിവേചനം നൽകി, ജ്ഞാനം നൽകി, നമ്മളെ കറക്റ്റ് ചെയ്ത് പഠിപ്പിച്ച് കൊണ്ടുപോകും. When we speak in tongues, sometimes we might think that this particular tongue is to build me up, but sometimes it can be a prophetic word, or it can be some other kind of tongue. So, but when we learn to cooperate with the Holy Spirit, He will give us the discernment and the wisdom to guide us and lead us. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അല്പനേരം ഒരു 5-10 മിനിറ്റ് നമ്മൾക്ക് സ്വർഗീയ മന്ന ലഭിക്കാൻ വേണ്ടി നമുക്ക് ആ കൃപാവരങ്ങളിൽ ഭയങ്കരമായ ഒരു ആഴമുള്ള അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഒരു 5-10 മിനിറ്റ് നമ്മളെല്ലാവരും
അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ, വാക്കുകളുള്ളവർ വാക്കുകളിൽ, ദൈവത്തെ ചിലർ പരിശുദ്ധാത്മാവിന്റെ ഭാഷകളിൽ ആന്റണി ബ്രദർ. Hello, brother. Brother, unmute chega. Anthony, brother, please unmute. ആന്റണി ബ്രദർ. So we have to speak the language God has given us. That's what we need to do now. നമ്മള് ചിലപ്പോൾ നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈണങ്ങൾ വരും, ഭാഷ ഇല്ലാതെ ഈണം വരും. ഈണം അത് Sometimes sounds might come, tune also. It may not be a language, it can be a tune also. ട്യൂൺ വരും, രാഗങ്ങൾ വരും. ഈ ഞാൻ വേണമെങ്കിൽ അതിങ്ങനെ, ഈ മലയാള ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെയാണ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണിക്കാം. ഹല്ലേലൂയ ഇങ്ങനെ വരുന്ന ദൈവത്തെ സ്തുതിക്കാനുള്ള അഭിഷേകമാണത്. ദൈവ ശബ്ദമാണ് അതും. അത് സ്തുതിക്കാനുള്ള അഭിഷേകമാണ്, ദൈവത്തോടുള്ള പ്രാർത്ഥനയല്ല. അത് ദൈവത്തെ പ്രൈസ് ചെയ്യുന്ന ആ ടൈമാണ്, ആ സമയം. This kind of tongues is a tongues to praise God. So sometimes it can come like a tune also. So it can come, and that is actually not talking to God, but it is praising the Lord. ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ മനുഷ്യബുദ്ധി ഡെത്ത് ആവണം. So these things and all cannot be done by human intellect. We need to surrender ourselves so that God's Spirit can work through us. ആത്മാവിൽ ജീവനും ശരീരത്തിൽ മരണവും സംഭവിച്ചാല്, പരിശുദ്ധാത്മാവിൽ ജീവനും അഥവാ ബുദ്ധി കൊണ്ട് മരണവും സംഭവിച്ചാല് ഈ ഏരിയ തുറക്കപ്പെടുകയുള്ളൂ. Only when our spirit is quickened and our body dies, only this area will open in our life. That means we need to open to the Holy Spirit more than we are open to our intellect. നമുക്ക് അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം നിങ്ങളുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വീഴും. ചിലരുടെ മേൽ കുളിരടിച്ചു ഇറങ്ങുന്ന പോലത്തെ ഫീൽ ഉണ്ടാകാം. Sometimes you feel one anointing coming upon you. You might feel a coolness coming upon you. ചിലരുടെ മേൽ തീ ഇറങ്ങുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായിന്ന് വരാം. It can happen that some kind of fire is coming upon you. ചിലരുടെ മേൽ ഒരു പുതപ്പ് വീണത് പോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിന്ന് വരാം. Sometimes it can be like a mantle falling upon you. ചിലരുടെ മേല് മഞ്ഞ് പെയ്തിറങ്ങുന്ന പോലത്തെ ഫീൽ ഉണ്ടായിന്ന് വരാം. ആന്റണി Yeah, it can be a dew like a dew coming upon you. ചിലപ്പോൾ നമ്മുടെ ശരീരമാകെ തണുത്ത് വിറയ്ക്കുന്ന പോലെ തണുപ്പടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിന്ന് വരാം. Sometimes it can be an experience of feeling very cold, shivering under cold. ചില സമയങ്ങളിൽ നമ്മൾ സ്തുതിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് ഭയങ്കരമായ ഒരു വികാരം വെളിപ്പെട്ടെന്ന് വരാം. Sometimes it can be that our eyes can be filled with tears and we might be filled with emotions. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ വിവിധങ്ങളായ രീതിയാണ്. ആ രീതികൾക്ക് ആഴമുണ്ട്. അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമായിരിക്കും. So these are the different ways how God's Spirit works, and some other time we will learn much about it. അപ്പൊ നമുക്ക് ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എനിക്ക് ഭാഷാവരമില്ല എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക. പരിശുദ്ധാത്മാവ്, എനിക്ക് ഭാഷാവരമില്ല, എനിക്ക് പരിശുദ്ധാത്മാവ് ഭാഷാവരം തരണം. അപ്പൊ ഈ ഭാഷാവരം, ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ആന്റണി ബ്രദർ എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് പരിശുദ്ധാത്മാവിൽ നമുക്ക് ഭാഷാവരം ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവെ ഭാഷാവരം തരണമേ എന്ന് നമ്മൾ പറയണം. If we do not have the gift of tongues, we should say, Holy Spirit, give me the gift of tongues. ഈ സമയം നമ്മൾ ഒന്ന് ചിന്തിക്കണം, ഇങ്ങനെ ചിന്തിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളിൽ ഭാഷാവരത്തിനെതിരായി ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും സമയത്ത് സംസാരിക്കുകയോ കമന്റ് പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ വേഗത്തിൽ അനുദപിക്കാനിടയാകണം.
if in the past we have spoken something against the gift of tongues, if you have given any comment about this gift, we need to repent and be sorry for that. ഈ സമയം നമ്മൾ ഒരു നിമിഷം കർത്താവിന്റെ മുമ്പിൽ അനുദപിക്കാം. ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഭാഷാപരത്തിനെതിരായി സംസാരിക്കുകയോ ഇതൊരു മോശമാണ്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന് ഈ ഗിഫ്റ്റ് കൈമാറാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് അനുദപിക്കുക. Sometimes we might think, oh, why this gift is necessary? Is it necessary to have this kind of gift? So if this kind of thoughts we have cooperated with, then we need to be sorry. It will be difficult for the Holy Spirit to give us this gift. ഓക്കെ, നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് വരാം അല്ലേ? കുഴപ്പമില്ലല്ലോ. So all can unmute and we can praise and worship the Lord. Hallelujah. Pray for new tongues, Lord.
Pray for my cleansing, Lord. Seal the fire. Heart, Lord. Seal the gift, Lord. Praise the Lord, praise the Father, praise the Jesus. Prepare for my you pray for new tongues, Lord. Manihotto Huttamara Bara 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 Manihotto Hora Bara 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 Manihotto Hora Bara 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 Kalaba Hattabala Bara Batistihina Mana Batihutumi Riskata Bara Bara Batihuttamora Bara Halakum Hutumi Lagla Gara Gara Dana Hattamala Bara 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 Mena bana bana baho Iha bana bana kadago kumira la kara 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 Dani hutto mala bala 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 mena bana 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 Lokara bara lokara bara lokla bara 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 Kene puto hutto mumar bara 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 halgiro Tomara bara bitti hitti bitto hutto lokara bara 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 bitti nila bara bara ikdo bara bara ili bara 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 bi koda bo wi hutto Bani 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 hutto la bana 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 kholo rebel bel 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 nabi na bala doro doro sin hitto mor bara 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 galaga 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 hutto Glory, 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 glory. Ila bara Pani pani hutto ori bidane na gara 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 to hutto 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 Ina bana bana bani bila ba bila ba bila ba bona badisti rupara bi rupara bi rupara bi rupara bi rupara bi rupara bi rupara Rogina 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 Glory, 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 glory.
Bali 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 kuro bali 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 kuro bali 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 kuro bala bala to hoto mala bala 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 gala 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 to mala bala bala bali do bali bali gana 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 gani lo gala 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 giri 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 nambe tamana 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 lo kala bala 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 tamana tabana bala 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 tabana 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 bala 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 kana pana para rakala para 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 bala 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 para 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 dumire 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 kro 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 lipara para para dengar band sahit mara bala gatte lekine 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 और कितनी वाना 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 बस हिट मो लिखड़ा बा लो कोड़ बाना 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 बस हो तो बाना 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 दो तो सुबी बाना बाना बानी बाना बाना गनी गला गनी गला गनी गला गनी गला गनी गला गनी गला ग्रस्त मेरो रे बा रशिन बो जीना बला ग्रस्त हो सिमाला बारे మనస్తో రబినలో కనరాయి లోకాయ్ ప్రపిస్తు రబినో బరాబర్ తెలుకమో Amen, amen, amen. Labashika. Lo rasiri dia rahabalaka. Labashika marakana. Tirasi arakubilaka. Oh Jesus, hallelujah. Thank you, Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. Lo rahabashikana ribilaka balaka. Hallelujah. നിങ്ങള് സ്തുതിപ്പ അല്പനേരം കൂടെ അൺമ്യൂട്ട് ചെയ്യേണ്ട മ്യൂട്ടിൽ തന്നെ നിങ്ങൾ അല്പനേരം സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആരും
പെട്ടെന്ന് സ്തുതിപ്പ് നിർത്തേണ്ടതില്ല. അതിന് അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തവർ മുന്നോട്ട് കൊണ്ടുപോവുക. So all those who are not able to stop, keep on praising the Lord. Keep on praising the Lord. Oh, hallelujah. La shabala kapala kapa. Oh, rasira bala kamila rabala kabira kaparasya. ആമേൻ. പരിശുദ്ധാത്മാവ് ഏറെ സന്തോഷിച്ച സമയമായിരുന്നു ഈ മണിക്കൂർ. അന്നേ ബ്രദർ, And the brother പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഏറെ സന്തോഷിച്ച സമയമായിരുന്നു ഈ മണിക്കൂർ. These times where the Holy Spirit was very happy about these moments that we were doing praise and worship. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരുടെയും അസമാധാനങ്ങൾ നീക്കി സന്തോഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വെച്ച് തന്നു കഴിഞ്ഞു. Yeah, so because of that, the Lord removed a lot of anxieties from inside us and has brought a peace into us, a joy into us. യേശു പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സമാധാനമാണ്. The peace that I am giving you is not the peace as the world gives, and this peace I am giving you, nobody can take it away from you. ഹല്ലേലൂയ. എന്തെന്നില്ലാത്ത സമാധാനം, എന്തെന്നില്ലാത്ത ഒരു സമാധാനം. Yeah, a peace that surpasses understanding. ഇതാണ് സ്വർഗീയ അഭിഷേകം. This is called heavenly anointing, where we feel a peace that surpasses understanding. ഇതാണ് ആനന്ദത്തിന്റെ തൈലം പകരപ്പെടുന്ന അഭിഷേകം. This is the oil of gladness that comes upon us. ആനന്ദ തൈലം, The oil of gladness. റോമർ 14:28 അനന്യ ബ്രദറെ? നമ്മളെ ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണെന്ന് പറയുന്നത് 14:28 14:17 14:17 Romans 14:17. 28 17. ഓക്കെ. അപ്പോ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സന്തോഷമാണ് സ്വർഗരാജ്യം. So the joy that the Holy Spirit gives us, it is the kingdom of God. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ, എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തില് അതിന്റെ 4-ാം തിരുവചനം, അവിടുന്ന് ഉയർപ്പിച്ച 6-ാം തിരുവചനം, എഫെസോസ് 2:6, യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അവരപ്പോഴും എഫെസോസിലുള്ള വിശുദ്ധര് തന്നെയാണ്, അവർ ജീവിക്കുന്ന എഫെസോസിലാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നിങ്ങളിപ്പോൾ എഫെസോസിലാണെങ്കിലും സ്വർഗത്തിലാണ്. Yeah, the word of God tells us, and raised us up with him and seated up us with him in the heavenly places in Christ Jesus. And Saint Paul was telling to the Ephesians, even though you are in Ephesians, you are also with Christ in heaven. അപ്പോ സ്വർഗരാജ്യം ആകുന്ന സമാധാനം ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് സ്വന്തമാക്കാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർഗം ഈ ഭൂമിയിൽ വെച്ച് സ്വന്തമാക്കാം. ആമേൻ. So we have to understand here the peace that is in heaven, we can make it our own on earth, and the kingdom of God that is in heaven, we can make it our own when we are walking on the earth. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നമുക്ക് സ്വർഗരാജ്യം കിട്ടുന്നതിന്റെ അഡ്വാൻസ് തുകയാണ്, അച്ചാരമാണ് പരിശുദ്ധ റൂഹ എന്ന് പറയാനിടയായത്. So that's why Saint Paul said that what is going to be given to us, what is going to be given to us, what has been given to us now, heaven is acharam vaakku government. അച്ചാരം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്. Yeah. So something in advance has been given to us. What we should be getting in heaven,
Something സ്വർഗം of it has been given to us. സ്വർഗം ലഭിക്കും എന്നുള്ളതിന്റെ അഡ്വാൻസ് തുകയായ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമുക്ക് ഇവിടെ വെച്ച് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗം ഇവിടെ വെച്ച് തന്നെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. Yeah, so the confidence that we have, that we will have in heaven, that confidence the Lord gives us here on earth, so that we can make these things our own on earth as we walk on earth. ആമേൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. And that's why the Lord said, the kingdom of God is among you. ഇത് കണ്ടെത്തുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഭാഗ്യവാന്മാർ എന്നാണ്. Those who find the kingdom of God, they are called blessed according to the Bible. അതുകൊണ്ടാണ് നമുക്ക് യേശു സ്വർഗരാജ്യം പരിചയപ്പെടുത്തുമ്പോൾ വയലിൽ ഒളിച്ചിരിക്കുന്ന നിധി അത് കണ്ടെത്തിയവൻ ഭാഗ്യവാൻ, അവൻ പോയി സകലതും വിറ്റിട്ട് ഈ നിധി വാങ്ങാൻ എന്താ പറയാ അതിനു വേണ്ടി റിസ്ക് എടുത്തു. യെസ്, അതിനെക്കുറിച്ച് പറഞ്ഞു. So here is to give an example ലാഭ of a person, the treasure in the field, and then goes sells everything and makes that field, and the treasure is owned. ഇത് കണ്ടെത്തുന്നവൻ ഭാഗ്യവാനാണ്. The one who finds it are blessed. എനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ഈ ആരാധിച്ചപ്പോൾ I want to tell you something which is joyful. നിങ്ങളിൽ ഈ സമയത്ത് സന്തോഷിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം, സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയാണ്. മരണം വഴിയോ അല്ലെങ്കിൽ എടുക്കപ്പെടൽ വഴിയോ സംഭവിക്കാൻ പോകുന്നത്. Yeah. So the joy that you experience is a sign that one day you will die and go to heaven, or you will go to heaven when Jesus comes again. Hallelujah. നിങ്ങളിങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ മേലിങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് കുളിരടിച്ചിറങ്ങുന്നത് പോലെ, അതുപോലെ സൈഡിൽ ഒരു ആരോ സ്പർശിക്കുന്നത് പോലെ, ശരീരത്തിന്റെ മേൽ പുതപ്പ് വീണത് പോലെയുള്ള അനുഭവങ്ങൾ കിട്ടിയവർ ഒന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നല്ലതാണ്. Yeah, while you are doing the praise and worship, some of you have experienced a mantle falling upon you. Some of you experienced somebody standing side of you. Some of you experienced some coolness coming upon you. If you can testify this, it is wonderful. പുതപ്പ് വീണത്. Anybody, the mantle fell like a cloth, like a bedsheet falling on you, like a mantle of power falling on you? Did anybody experience like that? അങ്ങനെ ശരീരം ചൂടാവുന്ന അനുഭവങ്ങൾ. You had an experience of feeling heat in the body. എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ണ് നിറഞ്ഞൊഴുകി. അതൊരു ആനന്ദ തൈലത്തിന്റെ ഒരു അഭിഷേകമാണ്. Yeah, when you're praising and worshiping the Lord, tears were coming out of your eyes. That is a sign of the oil of gladness. എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയാത്ത കരച്ചൽ. There's no reason. You don't find a reason why you're crying, but then you're crying, and that's the oil of gladness upon your life. അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്, ആനന്ദ തൈലത്തിന്റെ അഭിഷേകം. That's a joy of tears, tears of joy. അപ്പൊ അങ്ങനെ കിട്ടിയവർക്ക് ഈ സമയം നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ പറയാം. നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ experiences, you can unmute, open the video and share your experience. നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് പുതിയ ഭാഷകൾ ഈ സമയം ഇതുവരെ ഇല്ലായിരുന്നു, എന്നാൽ പുതിയ വാക്കുകൾ എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ എൻ്റെ മേൽ ശക്തി വന്ന് വീണു. ഇങ്ങനെ വിവിധങ്ങളായ അനുഭവം കിട്ടിയവർക്കും ഈ സാക്ഷ്യ സമയങ്ങളിൽ ചിലത് പങ്കുവെക്കാവുന്നതാണ്. Yeah, any one of you got an experience of speaking in new tongues, and you got a new language, or you felt the power of God coming upon you, you can share that also. ഈ സമയം പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്പർശിച്ചത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നമ്മുടെ മേൽ വീണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ മേലുള്ള കംപ്ലൈന്റുകൾ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നീക്കിക്കളഞ്ഞിട്ടുണ്ടാകാം. അത് രോഗശാന്തിയായി നമ്മുടെ ശരീരത്തെ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേദനയുള്ള സ്ഥലമൊക്കെ ഒന്ന് ചലിപ്പിച്ച് നോക്കുക, എഴുന്നേറ്റ് കാലും കൈയൊക്കെ കുടഞ്ഞൊക്കെ നോക്കുക. അങ്ങനെ സൗഖ്യങ്ങൾ ഇതിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് ചെയ്യാറുണ്ട്. Yes, stand up and move your body and see whether any healing has taken place in your body, whether any pain has left your body. Because when the power of God comes upon us, many times He rectifies the defects in our body. So just check your body
check your hands, legs and all. See whether the pains have left or not. You can testify that. ശരീരത്തിലെ മുഴകൾ ചെക്ക് ചെയ്യാം. ശരീരത്തിൽ എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ടോ, എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. Yeah, you can check whether any lumps have disappeared or any other problem has disappeared from your body. You can check. പരിശുദ്ധാത്മാ നമ്മുടെ ആത്മാവിൽ മാത്രമല്ല നവീകരണം ആത്മാവിൽ മാത്രമല്ല ശക്തീകരിക്കുന്നത്, നമ്മുടെ ഫിസിക്കൽ ബോഡിയിലും ശക്തീകരിക്കപ്പെടും, ശക്തി അയക്കും. Not only empowers our soul, but he also empowers our body also. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ ഡാമേജുകൾ പരിശുദ്ധാത്മാവിന് നീക്കിക്കളയാൻ കഴിയും. So the Holy Spirit can remove the damages in our body. അപ്പൊ ഈ സമയം അടുത്ത ഒരു 1/4 മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യുക, വീഡിയോയിൽ വരിക, വീഡിയോ ഓൺ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വേഗത്തിൽ ഷോർട്ടായിട്ട് വേഗത്തിൽ എല്ലാവർക്കും കിട്ടിയ അനുഭവങ്ങൾ വേഗത്തിൽ പറഞ്ഞു തീർക്കാം. Yeah, you can unmute and open the video and can just share any of your experience. Praise Brother. the Lord. Praise the Lord. Yes. I had a feeling that as if air was blowing into a balloon. ഒരു ബലൂണിലേക്ക് ഇങ്ങനെ ശക്തമായിട്ട് എയർ ഇങ്ങനെ അടിച്ചടിച്ച് കയറ്റണ പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫില്ലായി വരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആസ് ഇഫ് ഐ എം ലൈക്ക് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ത്രോൺ ഓഫ് ഗോഡ്, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വന്നിരുന്നു. താങ്ക് യു. പേരെന്താ? മിത. എവിടെ സ്ഥലം? തൃശ്ശൂർ. ഓക്കെ, നിങ്ങൾ പേര് പറയുക, സ്ഥലം പറയുക, നിങ്ങളുടെ ബോഡികളൊക്കെ ചെക്ക് ചെയ്യണം ഈ സമയം. ഓക്കെ, പേരെല്ലാം സ്ക്രീനിലുണ്ട്, പേര് പറയാൻ ആവശ്യമില്ല. ഓക്കെ, എന്നാ പേര് വേണ്ട. ഓക്കെ. Praise the Lord. What was the last line you said, Smita? What is the last line you said? Sister, you can on your video and then speak. Yes, Smita, what did you say the last line? Yeah, okay. And the line Yeah, that I was feeling that I was standing in front of the throne of God, and I was feeling that all the angels, like kerubകള്, their ചിറക്, everything I can see, like എല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങനെ ഒരു ശക്തിയായിട്ടുള്ള ഒരു ഇത് കണ്ടു. Amen. Thank you, Jesus. Thank you, Holy Spirit. Okay. Praise the Lord, brother. I felt burning in my hands. I could feel the heat coming in my arms. Amen. ഈ കയ്യിലുള്ള ചൂട് നിങ്ങൾ വ്യക്തികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകമാണ്. അതൊരു പ്രവൃത്തിയുടെ ഭാഗമായി വെളിപ്പെടുന്ന അഭിഷേകമാണ്. So that is an anointing God has given for you to lay hands on people and pray. വിശ്വാസത്താൽ ധൈര്യം For the ministry. So boldly you can go and pray for people. ധൈര്യമായി കൈകൾ രോഗികളുടെ മേൽ വെച്ച് പ്രാർത്ഥിക്കുക. So be bold to pray for the sick. കർത്താവ് അവരെ സൗഖ്യമാക്കും. Lord will heal them. അടുത്ത ആൾക്ക് വേഗം പറയാം. Praise the Lord, brother. I received a new phrases of prayer and tune while, tune of singing in the spirit. You mean to say you got some new tongues? Yeah, new phrases. I mean, it is of the same type, but I got new words, new phrases. Yeah. പുതിയ വാക്കുകൾ കിട്ടി ഭാഷ സംസാരിക്കുന്ന സമയത്തില്. What is the second thing you said? A new tune of singing in the spirit. പുതിയ ട്യൂൺ കിട്ടിയ രാഗം കിട്ടി. അത് കർത്താവിന്റെ ദൂതന്മാർ കാഹളം ഊതി സ്വർഗത്തിൽ ആരാധിക്കുന്ന അതിന്റെ ഒരു പോർഷനാണ് ഈ ഭൂമിയിലെ വിശുദ്ധർക്ക് കർത്താവ് പരിശുദ്ധാത്മ കൈമാറുന്ന ഈ രാഗങ്ങൾ. ഓക്കെ, അതൊന്ന് പറയും. The ragams are what? It's like it's in heaven when the angels use the trumpet and play. That the Holy Spirit imparts into people on the earth. അതിന്റെ ഒരു പാർട്ട്.
Brother, I saw rainbow, beautiful rainbow and beautiful colors. മഴവിൽ കണ്ടുവാണ് ചേച്ചി പറയുന്നത്. ഓക്കെ. വ്യത്യസ്ത കളറുകൾ ആ രീതിയിൽ കണ്ടു. അത് വിവിധങ്ങളായ അഭിഷേകം കലർന്ന് ഈ വ്യക്തിയെ കർത്താവ് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ രഹസ്യം. The interpretation is God is giving different kinds of anointing to this person. അടുത്ത ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം വേഗം വരാം. ബ്രദർ, എന്നെ കേൾക്കാവോ? യെസ്. എനിക്ക് ഭാഷാവരത്തിൽ സ്തുതിക്കുവാൻ എനിക്ക് വെറും ഈ ലല്ലബി മാത്രമേ എനിക്ക് വരത്തുള്ളായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് പുതിയ വേർഡ്സ് വന്ന് എനിക്ക് അത് നിർത്താൻ പോലും ഇഷ്ടമില്ലാതെ ഞാൻ ആനന്ദിക്കുമായിരുന്നു ആ സ്തുതിയിൽ. അപ്പോൾ എന്തോ ഒരു പുതിയ അനുഭവം പോലെ എനിക്ക് അത് തോന്നി. പിന്നെ എന്റെ ഒരു വശത്തുനിന്ന് ഒരു എന്തോ ഒരു പുതിയതായിട്ടൊരു ഷോക്ക് അടിക്കുന്നത് പോലെ പറയാൻ പറ്റത്തില്ല. എന്തോ ഇങ്ങനെ കേറി ഇങ്ങനെ എന്തോ ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആമേൻ, ആമേൻ, ആമേൻ. Thank you. She says that she used to have a particular tongues, but now while the prayer was going on, she was able to speak in different language, and then she had an experience in her body also, something moving, some power moving in his body, on the one side of her body. വേറെ ആർക്കെങ്കിലും വേഗത്തിൽ പറയാം? Praise the Lord, brother. Praise. So what? Firstly, I could feel coolness in my left ear, and then later on, both me and my mom, both our hands were shaking very fast, a lot, and both of us were in tears. We couldn't control ourselves, but we were in tears, both of us. വിക്ടോറിയ ചെവിയിൽ ഒരു തണുപ്പ് തോന്നി, പിന്നെ ഒരു ശക്തി തോന്നി. അവർ കൈകളിൽ രണ്ടാൾക്കും ശക്തമായ ഒരു ശക്തി തോന്നി. കൈകൾ കുലുങ്ങാൻ തുടങ്ങി. പിന്നെ ഒരു കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നാണ് പറയുന്നത്. ആമേൻ. യെസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ ലെഫ്റ്റ് ലെഗിന്റെ ഫീറ്റിൽ ഇങ്ങനെ നല്ല ടിങ്കിളിങ് പോലെ എന്ന് പറഞ്ഞാൽ കുത്തുന്ന പോലെയൊക്കെ തോന്നി. 2-3 പ്രാവശ്യം ഉണ്ടായി. പിന്നെ ഞാൻ കരയുമായിരുന്നു. പിന്നെ എന്റെ കയ്യിലും അവിടെ ഇവിടെയൊക്കെ എനിക്ക് ടച്ച് കിട്ടി ഹോളി സ്പിരിറ്റിന്റെ. ആമേൻ, She ആമേൻ. said that she had a tingling sensation in her legs and some kind of touch in the hands and all, different part of the body, and she was able to, the tears were coming out of her eyes. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ സമയം. ആന്റണി ബ്രദർ, Listen what we are telling. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വെളിയിൽ വന്ന് നമ്മളെ ടച്ച് ചെയ്യും. രണ്ട് തലത്തിൽ ഒരുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യും. നമ്മുടെ ഇന്നർ ഏരിയയിൽ അഭിഷേകം ചെയ്യും, നമ്മുടെ ഔട്ട്സൈഡിലും അഭിഷേകം ചെയ്യും പരിശുദ്ധാത്മാവ്. The Holy Spirit is dwelling within us. Sometimes he comes out and touches us outside, and sometimes he works inside us. The same Holy Spirit within, he works within also, and he comes upon us also. സെയിം ടൈമിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ കഴിയും. At the same time, he is able to do both the things. ആമേൻ. യെസ്. അടുത്തയാള് നെക്സ്റ്റ്. Brother, I also got healing. My ankles were swollen, the swelling has gone down, and the pain is also gone. Praise the Lord. പാദത്തിന് മോളി ഭാഗത്തിൽ നീരുണ്ടായിരുന്നു. ആ നീര് പോയാണ് ചേച്ചി പറയും. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈശോയ്ക്ക് മഹത്വം. അടുത്തയാള് നെക്സ്റ്റ്. Brother, praise the Lord. Praise the Lord. I got a cold sensation on my spine and peace in my heart. What was the first point you said? Cold sensation in my spine. Cold sensation. Yeah. ഒരു സ്പൈനൽ കോളത്തിൽ ഒരു തണുപ്പ് രീതിയിൽ തോന്നി. പിന്നെ ഒരു പ്രത്യേക സമാധാനം തോന്നിയാണ് ചേച്ചി പറയുന്നത്. പ്രത്യേക സമാധാനം. ഓക്കെ. താങ്ക് യു ജീസസ്. ആമേൻ. അടുത്തയാൾ വേഗം പറയാം. Praise the Lord, brother. Yes. Yeah, there was a shiver on the left side of my body.
And then I could see some breeze coming down from a window. Yeah, yeah. അപ്പൊ ഒരു ജനലിൽ നിന്ന് ഒരു കാറ്റ് പറഞ്ഞ രീതി അനുഭവം ഉണ്ടായി. പിന്നെ ഒരു ബാക്ക് സൈഡിൽ ഒരു സെൻസേഷൻ തോന്നി, അനുഭവം തോന്നി. അടുത്ത് ബാക്കിൽ കുറഞ്ഞു. ഈ കാറ്റടിക്കുമ്പോ ജനല് തുറന്നിട്ടപ്പോ നാച്ചുറൽ ആയിട്ടുള്ള കാറ്റല്ലല്ലോ? It is not. Was it a natural wind or it was a supernatural wind? It's Was the window open and the wind? Supernatural. ജനലിൽ കാറ്റല്ല, അല്ലാതെ ഒരു ഓക്കെ ഓക്കെ, താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്താണ് ഈ വ്യക്തിയെ എന്ന് പറഞ്ഞേക്ക്. Yeah, the Lord has anointed you. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആൾക്ക് പറയാം. Praise the Lord, brother. Yeah. As we were praying in tongues, suddenly my usual tongues became the words of Ruwa, Ruwa, Ruwa. ഞാൻ ഭാഷ സംസാരിച്ച സമയത്ത് സഡൻ ആയിട്ട് തന്നെ വാക്കുകൾ റുവ റുവ പറഞ്ഞ വാക്കുകൾ വന്നു നാവിന്നു. And I saw a vision of Jesus. And I saw a vision of Jesus. ആമേൻ. Amen. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആവസിക്കുന്ന ടൈമിലാണ് റുവ 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 എന്ന് പറഞ്ഞത്. So when the Holy Spirit comes and dwells within us in a very strong way, that is the time we started saying Ruwa Ruwa, like that. Started saying like that. ഈ സെയിം ടൈമിലാണോ നിങ്ങൾ യേശുവിനെ കണ്ടത്? Is it at that time you saw Jesus? Yes. I don't know. Suddenly he just appeared. He just appeared. I saw him singing. I just saw him standing in a fiery form. Yeah. When you were saying Ruwa Ruwa, that time. Yes, the Ruwa was in a new song. Yeah. At that time, did you see Jesus out after some time? Yes. I think at that time I saw. Same time. Yeah. Ruwa പറഞ്ഞ സമയത്തില് യേശു തീ രൂപത്തിലാണ് കണ്ടത്. ആമേൻ. അത് ഒരു വചനമാണ്. യോഹന്നാൻ 14 അതിന്റെ 17 പറയുന്ന ഒരു വചനമാണ്. ഞാനും എൻ്റെ പിതാവും വന്ന് അവനിൽ വാസമുറപ്പിക്കും. അപ്പൊ യേശു വരുന്ന സംഭവം ആള് കാണേണ്ടതാണത്. Yeah. Where Jesus says, I and my Father will come and dwell within you. യേശു നിങ്ങളുടെ ഉള്ളിലാണ് വസിക്കുന്നതെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കാനുള്ള കാരണം ഇങ്ങനെ യേശു നമ്മുടെ ഉള്ളിലേക്ക് വരും എന്നുള്ളത് കൊണ്ടാണ്. Yeah, the reason why Apostle taught this is because Jesus will comes and dwells within us. കൊളോസസ് 1:27-28 തിരുവചനമാണതെല്ലാം. Okay, thank you Jesus. Okay. Praise the Lord. Yes, praise the Lord. Brother, I'm Dhruva from Bangalore. Yeah. I had lost faith in Jesus a few days back, and today I felt like I got reconnected. കുറച്ച് മുമ്പ് വിശ്വാസം നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്ന വിശ്വാസം തിരിച്ചു കിട്ടിയാണ് തോന്നുന്നത്. Amen. I mean, like I couldn't pray every day. I couldn't focus on reading Bible or something like that. But today I felt something, and I started to pray in tongues also. So എനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടായില്ല, ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ടായില്ല. ഇപ്പൊ പ്രാർത്ഥന സമയത്തിൽ എനിക്ക് തിരിച്ചു കിട്ടിയാണ് എനിക്ക് അനുഭവം ഉണ്ടാവുന്നത്. പിന്നെ എനിക്ക് ഭാഷ സംസാരിക്കാൻ സാധിച്ചു. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്ത ആൾക്ക് പറയാം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ബ്രദറെ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. പുതിയൊരു ഭാഷാപരം എനിക്ക് കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എൻ്റെ മനസ്സിലുള്ളൊക്കെ ഒരു നല്ലൊരു ലൈറ്റായിട്ട് മനസ്സൊക്കെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്ത് സ്തുതിക്കാനൊക്കെ ആയിട്ട് പറ്റി. Okay. He says he got new tongues and his mind became free and openly he was able to praise God. Thank you Holy Spirit. അടുത്ത ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. വേറെ ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. So if nobody has anything else to tell, we can wind up. Brother, my sister, you want to say anything?
Yeah. I just want to ask some interpretation of the last line for my visions. Which is the line? Some Colossians, some line in Malayalam he told. I didn't get the interpretation. കൊളോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 27-28 വചനം. Jesus and Father comes and dwells in you. Christ, the hope of glory dwells within you. That's what. Yeah. Christ, that's in Colossians. Christ in me, the hope of glory. Yeah. Christ in me, the hope of glory. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. Yeah. Verses 27. Yeah. 27. ഓക്കെ, വേറെ ആർക്കും എന്തെങ്കിലും ഉണ്ടോ, പറയാനുണ്ടോ? Anybody else want to say anything? I just got one word of thought. Isaiah 45:2-3. I will go before you and level the mountains. ഞാൻ ഏഷ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അത് കഴിഞ്ഞ് സ്തുതിക്കണ നേരത്തെ പെട്ടെന്ന് വേറെ ഒന്നും പറയും, ഹല്ലേലൂയ മാത്രം ഒരു പെട്ടെന്ന് ഒരു സോഫ്റ്റ് ട്യൂൺ ആയിട്ട്, പിന്നെ എനിക്ക് അറിയില്ല, പിന്നെ ഒരു പല വിഷൻസ് പോലെ ക്ലിയർ ആയില്ല, പിന്നെ ഒരു ഫേസ് എനിക്ക് കാണാൻ പറ്റുന്നു, പക്ഷെ ഇങ്ങനെ വെള്ള മുടി മാത്രമായിട്ട് എനിക്ക് അറിഞ്ഞൂടപ്പ ഞാനൊക്കെ അത് എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ മനസ്സിലാവും. പക്ഷെ ഏഷ്യ 45:2 ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ എനിക്ക് മുന്നിൽ ഇങ്ങനെ വരുന്നത് ആ വാക്യം. ഞാൻ I'll go before you and level the mountains, breaking the doors of God. ഞാൻ നിനക്ക് മുമ്പേ പോകും എന്നുള്ള ഏഷ്യ 45:2 വാക്യം. ഓക്കെ. ജാവേദ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ. Brother, I have a request. Yeah. Yes, David. Yeah, like whenever people have prayed over me, I have received some special blessings. So I request you to pray over me to have a strong faith and good health. No, you are prayed over now. Just now you are prayed over now. Yeah, I did, but whenever people prayed over me, I have received some special blessings. So I strongly believe in that. So I request for that. Now you start praying and keep all the blessings given to you. Okay, come and join every day. Sure. God bless you. Praise the Lord. Yeah, I just want to make one announcement. So today's session will be uploaded in 2 YouTube channels. One is Glory Fire Ministry YouTube channel. Second is Celebrate the Holy Spirit Everyday YouTube channel. Today's session, if you want to just rewind, you can just check it out. Praise the Lord. ഈ സമയം നമ്മുടെ അച്ഛന്മാരാരെങ്കിലും ലൈനിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ആശീർവാദം കൊടുത്താൽ അനുഗ്രഹമായി. അച്ഛന്മാരാരെങ്കിലും ലൈനിലുണ്ടെങ്കിൽ. അച്ഛന്മാരാരെങ്കിലും ഉണ്ടോ? ലേറ്റ് ആകുമ്പോൾ അച്ഛന്മാർ വരാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ. ആന്റണി ബ്രദറെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. Dear Heavenly Father, we thank you for this session, Lord. Thank you for your love and your mercy for all of us. Thank you for all the experience that you give to each one of us, Lord. We pray that you continue to bless us all these 21 days. We pray that we'll become a new creation and we'll become the carriers of your presence and power. Lord, we pray this in Jesus' name. Amen. Okay, so God bless everybody. So we'll meet tomorrow. Thank you, brother. Praise the Lord. Hallelujah. Thank you. Praise the Lord. Praise the Lord. Thank you, Brother Joy. Thank you, Thank you, Brother Anthony. Thank you.